മക്കത്തെ ഹറമില് കൂടിയ ഒരാള് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അയാളോട് എണീറ്റ് നിൽക്കാനാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ ജനങ്ങളെല്ലാം വിചിത്രമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ട് കുറ്റിക്കാട്ടിൽ ഇന്നുവരെ അവര് ഭ്രാന്തൻ എന്ന് മുദ്രകുത്തിയ ആ മനുഷ്യൻ ഭവ്യതയോടുകൂടെ നനഞ്ഞ കുഞ്ഞാടിനെ പോലെ എണീറ്റു. അപ്പൊ എല്ലാരും കണ്ടു. പിന്നെ ആ മനുഷ്യന്റെ നേരെയായി തങ്ങൾ പാപ്പ പറഞ്ഞു, ഈ മനുഷ്യൻ ഇന്ന് സുബഹി നിസ്കാരം അവിടുന്ന് നിർവഹിച്ച് ഒന്ന് കരുതുന്നത് നല്ലതാണ്. മുള്ളെടുക്കാൻ മുള്ളു വേണം കൂട്ടരെ എന്ന് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ എതിരെ ഭ്രാന്തന്മാരെന്ന് മുദ്രകുത്തിയ ആളുകളോട് നമുക്ക് വിളിച്ചു പറയാം. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഔലി വലിയനെ തിരിച്ചറിയാൻ വലിയ വേണം എന്ന് നമുക്ക് പറയേണ്ടി വരും. പുതിയ ലോകത്ത് അങ്ങനെ കേരളം എന്ന് പറഞ്ഞ ഔലിയാക്കന്മാരുടെ കാലടിപ്പാടുകളെ കൊണ്ട് തന്നെ ധന്യമായൊരു മണ്ണാണ്. ചരിത്രത്തിന്റെ ഉൾപ്പുളകത്തോടുകൂടെ അന്വേഷണം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചരിത്രത്തിന്റെ ഓരോ മേഖലകളിലൂടെയും ആ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും. ഞാൻ അവസാനിപ്പിക്കാം. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകൾ ഒരു വെറും കൂടിച്ചേരലുകൾ എന്നതിലപ്പുറം ഇത് ഹൃദയത്തിന്റെ എന്തോ ഒരു വസന്തമായി, ഇത് വിശ്വാസത്തിന്റെ എന്തോ ഒരു മാറ്റമായി, അനുരണനമായിട്ട് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഇത് ഉൾവിളിയാളമാണ്, ആത്മീയതയുടെ ഉൾവിളിയാളം. ഇങ്ങനെ ഹൃദയപരതയിലൂടെ, ആത്മീയ ഉന്നതിയിലൂടെ, ചൈതന്യത്തിലൂടെ അല്ലാഹുവിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നുപോകാൻ ഔലിയാക്കന്മാരുടെ ഭാഗം നിന്നിട്ട് അവരുടെ സ്നേഹം പിടിച്ചു പറ്റിയിട്ട് നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ ജീവിതവും നമ്മുടെ പരിശുദ്ധ റമളാനും നമുക്ക് ധന്യമാക്കി തരുമാറാകട്ടെ. ഈ റമളാൻ അള്ളാഹു നമുക്ക് എത്തിച്ചു തരുമാറാകട്ടെ. ഈ റമളാനിലേക്ക് അള്ളാഹു നമ്മളെയും എത്തിച്ചു തരുമാറാവട്ടെ. ആമീൻ. റഹ്മതിക യാ അർഹമർ റഹീമീൻ.